നമസ്കാരം. ഞാൻ വത്സ ഉണ്ണികൃഷ്ണൻ, മാമ്പ്ര ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപികയാണ്. ഞാൻ കൃഷ്ണദേവിൻ്റെ കർണിക എന്ന നോവൽ വായിക്കാനിടയായി. പേര് പോലെ തന്നെ വളരെ മനോഹരമായൊരു നോവലാണ് കർണിക. നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയും വളരെ അഭിമാനത്തോടെയും അതിലേറെ വളരെ ആകാംക്ഷയോടും കൂടി തന്നെയാണ് ഞാൻ ഈ പുസ്തകം വാങ്ങി വായിച്ചത്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറയട്ടെ, ഒരു വായനക്കാരിയെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ അംശങ്ങളും ചേർന്ന ഒരു രചനയാണ് കൃഷ്ണദേവിൻ്റേതെന്ന് നിസ്സംശയം പറയാനായിട്ട് എനിക്ക് സാധിക്കും. ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കേന്ദ്ര കഥാപാത്രമായ ശ്രദ്ധ എന്ന പെൺകുട്ടി, അതുപോലെ തന്നെ ഒരു കുടുംബത്തിനും സമൂഹത്തിനും തന്നെ മുതൽക്കൂട്ടാവേണ്ടി ഇരുന്ന ഒരു ഗൗതം എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് സംഭവിച്ച ദുരവസ്ഥ, ആ ദുരവസ്ഥയ്ക്ക് കാരണം താനാണെന്ന മാനസിക വ്യഥയാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ന്യൂനതകളും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ശ്രദ്ധ എന്ന പെൺകുട്ടി. ഇവരുടെ കഥയാണ് കർണികയിലൂടെ കൃഷ്ണദേവ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുമാത്രമല്ല, നായകനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, കിച്ചു. നിസ്വാർത്ഥമായൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കണം, ഒരു സൗഹൃദം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കിച്ചുവിലൂടെ നമുക്ക് അദ്ദേഹം കാണിച്ചു. അയൽവക്കക്കാരുടെ സ്നേഹവും ഒക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്കതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ എത്തുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു നോവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാടിൻ്റെ, അതായത് മാമ്പ്രയുടെ ഗ്രാമഭംഗി തൻ്റെ ഈ രചനയിൽ ആവോളം കൊണ്ടുവരാനായിട്ട് കൃഷ്ണദേവ് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മഹാദേവ ക്ഷേത്രം, ക്ഷേത്രക്കുളം, അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുവഴികൾ, ഇവിടുത്തെ പാടശേഖരങ്ങൾ, ഇവിടുത്തെ കർഷകർ, അവരുടെ വായ്ത്താരികൾ, അവരുടെ നിഷ്കളങ്ക സ്നേഹം, ഇതെല്ലാം ഈ രചനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ നോവല്. നമ്മൾ നാട്ടിലെ ഒരു വളർന്നു വരുന്ന ഒരു എഴുത്തുകാരനാണ് കൃഷ്ണദേവ്. വാഗ്ദേവത കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളിൽ എല്ലാവരിലും കഴിവുകൾ ഒക്കെ ഉണ്ടാവും, പക്ഷേ അത് പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അത് വായനക്കാരിലേക്ക് എത്തിക്കുമ്പോഴാണ് ആ ഒരു നമ്മുടെ കഴിവ് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ എഴുത്തുകാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും എഴുത്തിൻ്റെ മേഖലയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കൃഷ്ണദേവ് എന്ന ചെറുപ്പക്കാരന് സാധിക്കും. അത്ര നല്ല രചനയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പറയുകയുണ്ടായി, പുസ്തകം വാങ്ങിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രഥമ സൃഷ്ടിയാണിതെന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. ആദ്യത്തെ ഒരു പുസ്തകമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയേ ഇല്ല. കാരണം വായനയുടെ എഴുത്തിൻ്റെ ലോകത്തിൽ ചിരപരിചിതനായ ഒരു എഴുത്തുകാരൻ എഴുതുന്ന ഒരു ഫീലിംഗാണ് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ കൃഷ്ണദേവിനെ പ്രോത്സാഹിപ്പിക്കുക. വളർന്നു വരുന്ന ഈ എഴുത്തുകാരനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. കൃഷ്ണദേവിന് എഴുത്തിൻ്റെ ലോകത്തിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.